സോ ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് S4CSE OS ലാബിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്പർ 2 ആയത് ഷെൽ പ്രോഗ്രാമിലെ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആയത് ലീപ് ഇയർ ഓർ നോട്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഷെൽ പ്രോഗ്രാമിംഗ് ആണ്. ഫസ്റ്റത്തെ ഷെൽ പ്രോഗ്രാമിംഗ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഈവൻ ഓർ ഓൾ. ഇത് സെക്കൻഡ് ഷെൽ പ്രോഗ്രാമിംഗ് ആണ്. സോ എങ്ങനെയാണ് ഈ ഷെൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇത് റെക്കോർഡിലുള്ള ഇതാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇങ്ങനെയായിരിക്കും: റൈറ്റ് എ ഷെൽ പ്രോഗ്രാം ടു ചെക്ക് ദ ഗിവൺ ഇയർ ഈസ് ലീപ് ഇയർ ഓർ നോട്ട്. ലീപ് ഇയർ ആണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും തന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ളത് നമ്മൾ ടു റൈറ്റ് എ ഷെൽ പ്രോഗ്രാം ടു ചെക്ക് ദ ഗിവൺ ഇയർ ഈസ് ലീപ് ഇയർ ഓർ നോട്ട്. അതായത് തന്നെയായിരിക്കും എയിം വന്നിട്ട്. പിന്നെ നമ്മുടെ അൽഗോരിതം വന്നിട്ട് സ്റ്റെപ്പ് 1 വന്നിട്ട് സ്റ്റാർട്ട് ദ പ്രോഗ്രാം. സ്റ്റെപ്പ് 2 റീഡ് ദ വാല്യൂ ഓഫ് ഇയർ. Step 3, calculate b is equal to expr $y modulus 4. Step 4, if the value of b equals to 0, then print the year is leap year. Step 5, if the value of r is not equal to n, then print the year is not a leap year. സോ ഇത്ര 5 സ്റ്റെപ്പാണ്, അൽഗോരിതം സ്റ്റെപ്പാണ് ഉള്ളത്. വെരി സിമ്പിളാണ്. നമ്മൾ നേരത്തെ ഇന്നലെ പഠിച്ച ഓഡ് ഓർ ഈവൻ്റെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ചില കാൽക്കുലേഷൻ ഡിഫറൻസും ചില നമ്പർ വാല്യൂസും മാത്രമേ ഡിഫറൻസ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. സോ വെരി സിമ്പിൾ പ്രോഗ്രാമാണ്. സോ ഈ 5 സ്റ്റെപ്പുള്ള അൽഗോരിതം വെച്ച് എങ്ങനെ ഒരു പ്രോഗ്രാം ഷെൽ പ്രോഗ്രാമിംഗ് എഴുതാമെന്ന് നമുക്കടുത്ത് കാണാം. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് എഴുതുന്നത് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് അൽഗോരിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റാർട്ട് ദ പ്രോഗ്രാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റാർട്ട് ദ പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്ത് വരും? സ്റ്റാർട്ട് ദ പ്രോഗ്രാം ആൻഡ് റീഡ് ദ വാല്യൂ ഓഫ് ഇയർ. സോ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ സി പ്രോഗ്രാമിൽ #include_stdio.in അതൊക്കെ ചെയ്തു. പക്ഷേ ഷെൽ പ്രോഗ്രാമിൽ വന്നിട്ട് സ്റ്റാർട്ട് ദ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ വായിക്കുക, റീഡ് ദ വാല്യൂ ഓഫ് ഇയർ. അപ്പോൾ ഒരു വാല്യൂ ഓഫ് ഇയർ നമുക്കിവിടെ റീഡ് ചെയ്യണം. അങ്ങനെ ഒരു ഇയറിൻ്റെ വാല്യൂ റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇയറിൻ്റെ വാല്യൂ എൻ്റർ ചെയ്യണം. സോ എൻ്റർ ചെയ്യാനുള്ള ഫസ്റ്റ് കോഡായിട്ട് നമ്മൾ എന്ത് എഴുതും? ഫസ്റ്റ് എങ്ങനെ എഴുതും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എങ്ങനെയായിരിക്കും? എക്കോ എങ്ങനെയായിരിക്കും? എക്കോ ECHO എക്കോ എൻ്റർ ദ ഇയർ. ഇതായിരിക്കും ഫസ്റ്റ് കോഡ്. ഓക്കെ, സോ ഫസ്റ്റ് കോഡ് വന്നിട്ട് എക്കോ എൻ്റർ ദ ഇയർ. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് പറഞ്ഞാൽ നമ്മൾ റീഡ് ദ വാല്യൂ ഓഫ് ഇയർ. റീഡ് ദ വാല്യൂ ഓഫ് ഇയർ നമ്മൾ നമുക്ക് റീഡിൻ്റെ വാല്യൂ ഓഫ് ഇയറിനെ നമുക്ക് y എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യാം. ഏത് വേരിയബിളിലാണ് സ്റ്റോർ ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ y എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഏതിൽ സ്റ്റോർ ചെയ്യാം? വൈയിൽ സ്റ്റോർ ചെയ്യാം. സോ റീഡ് ഈക്വൽ ടു y അല്ലെങ്കിൽ റീഡ് y എന്ന് കൊടുക്കാം. റീഡ് y. ഓക്കെ, റീഡ് y എന്ന് പറഞ്ഞ് അടുത്ത കൊടുക്കും. അടുത്ത നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് നമ്മുടെ കാൽക്കുലേഷൻ പാർട്ട്. കാൽക്കുലേഷൻ പാർട്ടിൽ എന്താ പറഞ്ഞാൽ? കാൽക്കുലേറ്റ് b ഈക്വൽ ടു expr $y modulus 4. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈവൻ ഓർ ഓഡിൽ പഠിച്ചായിരുന്നു. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്തോ r is equal to expr n modulus 2. എന്തോ ഓഡ് ഓർ ഈവൻ ആയതുകൊണ്ട് മോഡുലസ് 2 ആയി. ഇവിടെ ലീപ്പ് ഇയർ ആയതുകൊണ്ട് നമ്മൾ മോഡുലസ് 4 കൊടുക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് വാല്യൂസിന്റെ പേര്, പിന്നെ ഇതിൽ ഓരോ ഈ കാൽക്കുലേഷൻ പാർട്ടിലെ ഓരോരോ സൈനും ഓരോരോ വാക്കുകളും വേരിയബിൾസും അതെന്തിനാണ്, അതിൻ്റെ അർത്ഥം എന്തൊക്കെയെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. സോ അപ്പോൾ ഇവിടുത്തെ കാൽക്കുലേറ്റിന്റെ സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെ എഴുതും? കാൽക്കുലേറ്റ് സ്റ്റെപ്പ് അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. എന്താണോ അൽഗോരിതത്തിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ എഴുതിക്കുക. അതാവുമ്പോൾ എന്ത്? b ഈക്വൽ ടു expr എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ $sign ടു ആക്സസ് വാല്യൂ വൈയിലാണ് നമ്മൾ റീഡ് y ആണ് കൊടുത്തത്. y മോഡുലസ് 4. y എന്ന് പറയുന്ന ഏതായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ, അതിന്റെ മോഡുലസ് 4 ചെയ്യുന്നത് എവിടെ സ്റ്റോർ ചെയ്യാം? ബിയിൽ സ്റ്റോർ ചെയ്യാം. ഇത് ഇത്രയും കോഡിങ് എളുപ്പമായല്ലോ. ഇനി നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. എന്താണ് അൽഗോരിതത്തിൽ പറഞ്ഞ കണ്ടീഷൻ? ഇഫ് y is equal b, നമ്മൾ b ആണ് സ്റ്റോർ ചെയ്യുന്നത്. സോ b is equal to 0. b is equal to 0 ആണെങ്കിൽ ലീപ്പ് ഇയർ ആണ്. b is not equal to 0 ആണെങ്കിൽ ലീപ്പ് ഇയർ അല്ല. അപ്പൊ അതിന്റെ കണ്ടീഷൻ എഴുതും. അപ്പൊ കണ്ടീഷൻ എഴുതാൻ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യും? ഇഫ് ക്ലോസ് യൂസ് ചെയ്യും. അപ്പൊ സോ ഇഫ് $sign എന്തിനാണ് യൂസ് ചെയ്യണം? ടു ആക്സസ് ദ വാല്യൂ $sign b ഈക്വൽ ടു 0. ഈക്വൽ ടു EQ എന്ന് കൊടുക്കും. ഈക്വൽ ടു 0. ഇതാണ് കണ്ടീഷൻ. ആണെങ്കിലിന് then. ഓക്കെ, then ECHO എക്കോ എന്ത് ചെയ്യണം? പ്രിന്റ്
പ്രിന്റ് $y is a leap year. ഓക്കെ, ഇനി ഇങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇൽസ് എക്കോ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡ് ആണ്. എക്കോ $y is not a leap year. ഓക്കെ, ഇനി ലാസ്റ്റ് ഇപ്പോൾ ഒരു ഇഫ് കണ്ടീഷൻ തുടങ്ങിയായിരിക്കും. നമ്മൾക്ക് ഈ ഷെൽ പ്രോഗ്രാമിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൽ നമ്മുടെ മറ്റേ കേളി ബ്രാക്കറ്റ്സ് ഒന്നും ഇല്ല, കേളി ബ്രാക്കറ്റ്സ് ഇല്ല, കോളൻ ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രോഗ്രാം എൻഡ് ആയി എന്ന് കാണിക്കണം. ഇപ്പൊ ഇഫ് കണ്ടീഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഈ ഇഫ് കണ്ടീഷൻ എൻഡ് ആവാൻ വേണ്ടി അവസാനം എന്ത് എഴുതണം? ഇഫ് കണ്ടീഷനെ തിരിച്ചിടുമ്പോൾ എന്താവും? FI. അപ്പൊ ആ FI ആണ് ലാസ്റ്റത്തെ കോഡ് ആയിട്ടാണ് FI ആകുമ്പോൾ ഈ പ്രോഗ്രാം, ഈ കണ്ടീഷൻ ക്ലോസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആയി എന്നാണ് അർത്ഥം. സോ ഇത്രേ ഉള്ളൂ, സിമ്പിൾ പ്രോഗ്രാമിംഗ് ആണ് ലീപ്പ് ഇയർ ഓർ നോട്ട്. ഈ പ്രോഗ്രാം എന്തിന്റെയാണ്? ലീപ്പ് ഇയർ ഓർ നോട്ട്. ഒരു ഷെൽ പ്രോഗ്രാം പഠിച്ചാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഷെൽ പ്രോഗ്രാമും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഷെൽ പ്രോഗ്രാമിംഗ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.